ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവരെയും ഞെട്ടിച്ചൊരു മരണ വാർത്തയാണ് നമ്മൾ ഈ കഴിഞ്ഞ ദിവസം കേട്ടത്. കാരണം അരളിപ്പൂ കഴിച്ചിട്ട് ഒരു കുട്ടി മരിച്ചു എന്ന വാർത്ത നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്. ഇതെങ്ങനെയാണ്, ഇതിൽ എത്രത്തോളം സത്യമുണ്ട്? അതുപോലെ തന്നെ നമ്മുടെ കൺമുമ്പിൽ നമ്മൾ നിത്യേന ഉപയോഗിക്കുന്ന, അതുപോലെ നമ്മൾ നിത്യേന കാണുന്ന, നമ്മുടെ കുട്ടികൾ കളിക്കുന്ന ഒരുപാട് സസ്യങ്ങളിൽ ധാരാളം വിഷാംശമുള്ള സസ്യങ്ങളുണ്ട്. അതെന്തൊക്കെയാണ്, എങ്ങനെയാണ് അതിൽ വിഷാംശം വരുന്നത്, അത് നമ്മളെ എങ്ങനെ എഫക്റ്റ് ചെയ്യും എന്നിങ്ങനെയുള്ള ഫുൾ ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ഇന്നുള്ളത്. ഇത് നിങ്ങളുടെ കുട്ടികൾക്ക്, അതായത് ഈ പൂക്കളും ഇലകളും നിങ്ങളുടെ കുട്ടികൾക്ക് കൂടി കാണിച്ച് മനസ്സിലാക്കി കൊടുക്കണം. ഈ പൂ തൊടരുത്, നിങ്ങളും കാണണം, അതുപോലെ കുട്ടികൾക്കും ഇതിൻ്റെ ഒരു സീരിയസ്നെസ് മനസ്സിലാക്കി കൊടുക്കണം. അതിനായിട്ടാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. ഏതൊക്കെയാണ് നമ്മുടെ നാട്ടിൻ പ്രദേശങ്ങളിലാവട്ടെ, നമ്മുടെ വീട്ടുമുറ്റത്ത് നട്ടു വളർത്തുന്ന ചെടികളിൽ പലതിലും ഈ വിഷാംശമുള്ള ചെടികളാണ്. ഓക്കെ, അപ്പോൾ ഈ സസ്യലോകത്ത് ഏറ്റവും വിഷാംശമടങ്ങിയ സസ്യം ഏതെന്ന് ചോദിച്ചാൽ അരളി എന്നതായിരിക്കും ഏറ്റവും നല്ല മറുപടി. ഇതിൻ്റെ വേരുകൾ, ഇലകൾ, തണ്ടുകൾ, വെള്ള നിറമുള്ള പാല് അതിനുണ്ടാകും. അതുപോലെ പൂക്കൾ തുടങ്ങിയ എല്ലാ ഭാഗങ്ങളിലും വിവിധ തരത്തിലുള്ള വിഷാംശങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും ലേറ്റ് ആവുന്നില്ല, നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ മറക്കരുത്. എങ്കിൽ മാത്രമേ നമ്മളിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോവാം. ഒരു പക്ഷേ സസ്യലോകത്ത് തന്നെ അടിമുടി വിഷാംശം അടങ്ങിയ സസ്യം ഏതെന്ന് ചോദിച്ചാൽ അരളി എന്നതായിരിക്കും ഏറ്റവും നല്ല മറുപടി. കാരണം ഇതിൻ്റെ വേര് മുതൽ പൂ വരെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ വളരെ വിഷാംശം അടങ്ങിയതാണ്. ഇല, തണ്ട്, പാല്, പൂക്കൾ, വേര് തുടങ്ങിയ സസ്യത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും വിഷാംശം അടങ്ങിയിരിക്കുന്നു. ഒളിയൻഡ്രോസൈഡ്, നെറിൻ തുടങ്ങിയ ഹൃദയത്തെ ബാധിക്കുന്ന ഗ്ലൈക്കോസൈഡുകൾ ആണ് ഈ സസ്യത്തെ വിഷകാരിയാക്കുന്നത്. ഒന്നോ രണ്ടോ ഇലകളോ പൂക്കളോ അറിഞ്ഞോ അറിയാതെയോ അകത്തേക്ക് ചെന്നാൽ മരണം സംഭവിക്കുമെന്ന തരത്തിൽ വിഷബാധ ഉണ്ടായേക്കാം. പഠനങ്ങൾ അനുസരിച്ച് 4 ഗ്രാം, അതായത് വെറും 4 ഗ്രാം ചെന്നാൽ തന്നെ വിഷബാധ ഉണ്ടാകും. തലകറക്കം, ഛർദി എന്നിവ വിഷബാധയുടെ ആദ്യ ലക്ഷണങ്ങളാണ്. തുടർന്ന് ഹൃദയത്തിൻ്റെ പ്രവർത്തനം താളം തെറ്റുകയും വിഷബാധയുടെ മറ്റ് ലക്ഷണങ്ങളായ ഉയർന്ന ഹൃദയമിടിപ്പ്, തലവേദന, ബോധക്ഷയം, തളർച്ച എന്നിവയെല്ലാം കാണിക്കുകയും ചെയ്യുന്നു. വിഷാംശം ഉള്ളിൽ ചെന്ന് എന്ന് ഡൗട്ട് തോന്നിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾ വൈദ്യസഹായം തേടേണ്ടതാണ്. ഇലകളിലെയും പൂക്കളിലെയും വിഷാംശം അതിൻ്റെ വളർച്ചാഘട്ടം അനുസരിച്ച് മാറാവുന്നതാണ്. അതുപോലെ ഈ അരളിയുടെ കമ്പിൽ കോർത്ത് വെച്ച മാംസഭാഗങ്ങൾ ബാർബിക്യൂ ചെയ്തതിന് ശേഷം ഭക്ഷിച്ച ആളുകളിലും അരളിച്ചെടി കൂട്ടിയിട്ട് കത്തിച്ച പുകശ്വസിച്ച ആളുകളിലും വരെ ഭക്ഷ്യവിഷബാധ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ അരളി ഇലകൾ കവറുകളിലാക്കി കമ്പോസ്റ്റ് ഇട്ട് വളർത്തിയ മറ്റ് സസ്യങ്ങളിൽ പോലും അരളിയിലെ വിഷാംശങ്ങൾ കടന്നു കൂടിയതായി പഠനങ്ങൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേറെ വിഷാംശം നിറഞ്ഞ ഒന്നാണ് ഈ അരളി എന്ന് പറയുന്നത്. ഇപ്പോൾ വളരെ ചെറിയ അളവിൽ ഹൃദ്രോഗ ചികിത്സയ്ക്കായി ചൈനയിലെ പ്രാദേശിക ചികിത്സാ കേന്ദ്രങ്ങളിൽ അരളി ഉപയോഗിക്കാറുണ്ടെന്ന് പറഞ്ഞു വരുന്നു. നാട്ടിലെങ്ങും വ്യാപകമായി കാണുന്ന അലങ്കാര സസ്യമാണ് അരളി. ശാസ്ത്രീയമായി നേരിയം ഓളിയൻറ്റർ, എൻ ഇൻറ്റിസിയം എന്നെല്ലാം ഇതിന് പേരുകളുണ്ട്. 2-3 മീറ്റർ മാത്രം ഉയരം വയ്ക്കുന്ന ഈ സസ്യം അപ്പോസനേസിയ കുടുംബത്തിലെ അംഗമാണ്. റോസ്, പിങ്ക്, വൈറ്റ്, യെല്ലോ അതുപോലെ തന്നെ റെഡിൻ്റെ പല രാശികളിലും പരിമളപ്പൂക്കൾ ധാരാളമായി ഉണ്ടാക്കുന്ന സസ്യമായതിനാൽ അലങ്കാര ആവശ്യത്തിനും ഇത് നട്ടുവളർത്താറുണ്ട്. കാലാവസ്ഥാപരമായി ഉണങ്ങിയ അല്ലെങ്കിൽ ജലം ആവശ്യമില്ലാത്ത തരം പ്രകൃതിയിൽ വളരാൻ അനുപൂരണം ചെയ്തിരിക്കുന്നതിനാൽ ഹൈവേയിലും ഡിവൈഡറുകളിലും മറ്റു പരിപാലനം ആവശ്യമില്ലാത്ത തരം പൂന്തോട്ടങ്ങളിലും നടാനായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ സസ്യമെന്ന് പറയുന്നത് അരളി തന്നെയാണ്. ഇപ്പോൾ നല്ല കട്ടികൂടിയ ഇലകളും ജലാംശം നഷ്ടപ്പെടാതെ ഇരിക്കാൻ സേചന പ്രക്രിയ കുറക്കാനുള്ള അനുപൂരകങ്ങളും ഇതിൻ്റെ പ്രത്യേകതയാണ്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ സസ്യലോകത്ത് തന്നെ ഏറ്റവും അടിമുടി വിഷാംശം അടങ്ങിയ സസ്യം നമുക്ക് അരളി തന്നെയെന്ന് പറയാം. അപ്പോൾ എന്തായാലും എല്ലാവരും ഈ പൂക്കൾ, പല ടൈപ്പിലുള്ള പൂക്കൾ ഞാൻ പല കളേഴ്സിലുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ എല്ലാവരും നിങ്ങളുടെ കുട്ടികൾക്കും കാണിച്ചു കൊടുക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തത് എന്താണെന്ന് നോക്കാം.
ഈ ഫോട്ടോയിൽ കാണുന്ന എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്, നമ്മുടെ കഥകളിലും പാട്ടുകളിലും മറ്റും സ്ഥാനം പിടിച്ചിട്ടുള്ള ഒന്നാണ് കുഞ്ഞുകുരു. പയർ ഉൾപ്പെടുന്ന പാപ്പിലോണിസിയെ കുടുംബത്തിലാണ് ഇത്. എന്നാൽ കുഞ്ഞുകുരുവിൻ്റെ പരിപ്പിൽ മാരകമായ എബ്രിൻ എന്ന വിഷം അടങ്ങിയിട്ടുണ്ട്. ഒന്നോ രണ്ടോ കുരു തന്നെ മാരക വിഷമാണ്. എന്നാൽ ഇതിൻ്റെ ഉള്ളിലൊരു പരിപ്പ് പോലൊരു ഇത് കാണുന്നുണ്ട്, ഒരു മഞ്ഞ കളറിൽ. ഈ പരിപ്പിന് പുറത്ത് നമ്മൾ കാണുന്ന റെഡ്, ബ്ലാക്ക് രണ്ട് കളറിലൊരു ഇത് ഷെയ്ഡ് കാണുന്നുണ്ട്. അപ്പോൾ ഈ കളറിലുള്ള പുറന്തോട് സാധാരണഗതിയിൽ നമ്മുടെ വയറ്റിൽ പോയാൽ ദഹിക്കാറില്ല എന്നാണ് പറയുന്നത്. അതിനാൽ തന്നെ ഒന്നോ രണ്ടോ കുരു നേരിട്ട് നമ്മുടെ അകത്തേക്ക് ചെന്നാൽ, ഇപ്പോൾ കുട്ടികൾക്കൊക്കെ കൗതുകം തോന്നി കുട്ടികളൊക്കെ ഇത് വായിലിടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ കുരു അതുപോലെ തന്നെ തൊണ്ട് പൊട്ടാതെ, അല്ലെങ്കിൽ ചിലതിൻ്റെ തൊണ്ട് പൊട്ടിയേ അങ്ങനെ എന്തെങ്കിലും ഒക്കെ രീതിയിൽ അകത്തേക്ക് ചെന്നാൽ, തൊണ്ട് പൊട്ടിയില്ലെങ്കിൽ പ്രശ്നം ഒന്നും ഉണ്ടാവില്ല. പക്ഷേ തൊണ്ട് പൊട്ടിക്കഴിഞ്ഞാൽ, ചെറിയ പൊട്ടലോ അല്ലെങ്കിൽ കേടോ ഉള്ളതാണെങ്കിൽ ഇത് മാരക വിഷകരമാകും എന്നാണ് പഠനങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും കുട്ടികളെ കാണിച്ചു കൊടുക്കുക. ഈ കുട്ടികൾ കൂടുതലും ഈ കുരുക്കളൊക്കെ പെറുക്കി കളിക്കാറുണ്ട്. നമ്മുടെ നാട്ടിൻ പ്രദേശങ്ങളിലൊക്കെ ഒരുപാട് കാണുന്നുണ്ട്. എല്ലാവർക്കും കൗതുകമുള്ള ഒന്നാണിത്. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണം. അപ്പോൾ അടുത്തത് എന്താണെന്ന് നോക്കാം. അടുത്തത് അതുപോലെ തന്നെ സെയിം ഹൃദയത്തെ ബാധിക്കുന്ന ഗ്ലൈക്കോസൈഡുകൾ, രാസപദാർത്ഥങ്ങൾ വിഷകാരിയാകുന്ന മറ്റ് സസ്യങ്ങളാണ് ഒതളങ്ങ എന്ന് പറയുന്നത്. ഒതളങ്ങയും വിഷപ്പാലയും ഇവ രണ്ടും അരളിയുടെ കുടുംബത്തിലെ ഏറ്റവും വലിയ ബന്ധു ആണെന്ന് പറയാം. അരളിയുടെ കുടുംബമായ അപ്പോസേനേസിയയെ അംഗങ്ങളാണ്. ഒതളങ്ങയുടെ കായിലാണ്, അതായത് ഈ ഫോട്ടോയിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്, ഈ കായിലാണ് ഏറ്റവും അധികം വിഷം അടങ്ങിയിട്ടുള്ളത് എന്ന് പറയുന്നതും. എന്നാൽ വിഷപ്പാലയിൽ അരളിയെ പോലെ തന്നെ എല്ലാ ഭാഗങ്ങളിലും വിഷാംശം അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒതളങ്ങയിൽ ചെറിയ കുരുക്കളുണ്ട്, ആ കുരുവിലാണ് ഏറ്റവും കൂടുതൽ വിഷം എന്നാണ് പറയുന്നത് കേട്ടോ. നാട്ടിൻപുറങ്ങളിലും ഉപയോഗശൂന്യമായ വെളിപ്രദേശങ്ങളിലും കാണപ്പെടുന്ന മറ്റൊരു വിഷസസ്യമാണ് എരുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാകും, ഇതിൻ്റെ പൂക്കളൊക്കെ നമ്മൾ കുഞ്ഞിൽ മാലയൊക്കെ കെട്ടി ഇങ്ങനെ നടക്കാറുണ്ടായിരുന്നു. ഇപ്പോഴും കുട്ടികൾ കാണിക്കുന്നുണ്ട്. എങ്കിലും ഇത് കൂടുതലും നാട്ടിൻ പ്രദേശങ്ങളിൽ, അതുപോലെ ഈ കാട് പിടിച്ച് കിടക്കുന്ന വെളിപ്രദേശങ്ങൾ, അങ്ങനെയൊക്കെയാണ് ഇത് കൂടുതലും കാണുന്നത്. അപ്പോൾ ഇതും പറഞ്ഞ പോലെ അരളി കുടുംബത്തിൽപ്പെട്ട ഒരു കുറ്റിച്ചെടി തന്നെയാണ്. ഉസ്റ്റാറിൻ, കലോടോക്സിൻ, കലാക്റ്റിൻ, കലോട്രോപ്പിൻ തുടങ്ങിയ ഹൃദയത്തെ ബാധിക്കുന്ന ഗ്ലൈക്കോസൈഡുകൾ ആണ് ഇതിനെ വിഷമാക്കുന്നത്. ഏറ്റവും അധികം വിഷാംശം അടങ്ങിയിരിക്കുന്നത് ഇതിൻ്റെ പാലിലാണ്. ഇത് നമ്മൾ ഇതിൻ്റെ ഇല അല്ലെങ്കിൽ തണ്ടൊന്നും ഒടിച്ച് കഴിഞ്ഞിട്ടുണ്ട്, വെള്ള നിറത്തിലുള്ളൊരു പശ പോലെയുള്ളൊരു പാല് കാണാം. ഇതിലാണ് ഏറ്റവും കൂടുതൽ വിഷം അടങ്ങിയിട്ടുള്ളത്. ഇപ്പോൾ വിഷബാധയുണ്ടാകാൻ 6 മണിക്കൂർ മുതൽ 12 മണിക്കൂറിനകം തന്നെ മരണം സംഭവിക്കും എന്നാണ് പറയുന്നത്. അത്രയ്ക്ക് വിഷാംശമുള്ള ഒന്നാണ് ഇത്. ഏതെങ്കിലും കാരണവശാൽ ഇതിൻ്റെ പാല് നമ്മുടെ കണ്ണുകളിലായ നമ്മുടെ കണ്ണ് അന്ധതയ്ക്ക് കാരണമാകും എന്നും വരെ പറയുന്നുണ്ട്. അപ്പോൾ വളരെ സൂക്ഷിക്കേണ്ട ഒന്നാണ്. അതുപോലെ ഇതെല്ലാവരും കാല് വേദനക്കൊക്കെ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ പാല് നിങ്ങളെല്ലാവരും സൂക്ഷിക്കുക. അടുത്തത് വരുന്നത് ആവണക്ക്. പറമ്പുകളിലും കാട് പിടിച്ചു കിടക്കുന്ന മറ്റു മേഖലകളിലും സാധാരണ വളരുന്ന മറ്റൊരു സസ്യമാണ് ആവണക്ക്. ഇതിൻ്റെ ഇതിലൊരു കായ ഉണ്ടാകും. അതിലടങ്ങിയിട്ടുള്ള റൈസിൻ എന്ന വിഷവസ്തു നേരിയ അളവിൽ തന്നെ മരണകാരി ആകാവുന്നതാണ്. പല സിനിമകളിലും അതുപോലെ നോവലുകളിലും നിങ്ങൾ കേട്ടിട്ടുണ്ട് ഈ വിഷവസ്തു ഉപയോഗിച്ച് കൊലപാതകങ്ങൾ നടത്തുന്നത്. ഒരുപാട് സിനിമകളിൽ കണ്ടിട്ടുണ്ട്, നോവലുകളിൽ നമ്മൾ വായിച്ചിട്ടുണ്ട്. അപ്പോൾ നേരിയ അളവിൽ ആയതിനാൽ പോലും ഇത് ധാരാളമായി ഇതിൻ്റെ കുരു അകത്ത് ചെന്നാൽ വളരെ വിഷകരമാണെന്നാണ് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഇത് നമ്മുടെ കുട്ടികൾക്കൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കണം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കുരു എന്ന് പറയുന്നത്. അപ്പോൾ വളരെ ഡേഞ്ചർ ആയിട്ടുള്ള ഒന്നാണ്. ഓക്കെ, അപ്പോൾ ഈ സസ്യം എല്ലാവർക്കും വളരെ പരിചിതമാണ്. മിക്ക വീടുകളിലും ഒരു അലങ്കാര സസ്യമായിട്ട് ഇത് വളർത്താറുണ്ട്. അലങ്കാര ആവശ്യങ്ങൾക്കും മറ്റും വളർത്തുന്ന സസ്യമാണ് മെന്തോന്നി. കാണാൻ നല്ല ഭംഗിയുള്ള ചുവന്ന പൂക്കളാണ് ഇതിന് അലങ്കാരമാക്കുന്നത്. ഇപ്പോൾ അലങ്കാര സസ്യങ്ങൾ വളർത്തുന്നവരുടെ ഒരു പ്രധാനപ്പെട്ട ഒരു സസ്യമായി മാറിയിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ വിഷാംശം അടങ്ങിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഇത് നടുന്നത് ഒരു കിഴങ്ങാണ്.
അപ്പോൾ ഇതിൻ്റെ വേരിൽ കിഴങ്ങുണ്ട്, അത് നട്ടാണ് നമ്മൾ ഇതിനെ അതായത് ഓരോ തൈകളാക്കുന്നത്. അപ്പോൾ ഇത് നടുന്ന കിഴങ്ങിലാണ് വിഷകരമായ ക്ലോർചെയ്സിൽ എന്ന ആൽക്കലോയിഡ് അടങ്ങിയിട്ടുള്ളത്. അപ്പോൾ നേരിയ അളവിൽ പോലും ഇത് വളരെ മാരകമാണ്, ഇതിൻ്റെ കായിലുള്ള ആ ഒരു വിഷാംശം. അപ്പോൾ എല്ലാവരും മാക്സിമം ശ്രദ്ധിച്ച് വേണം ഉപയോഗിക്കാനായിട്ട്. അടുത്തത് വരുന്നത് മഞ്ഞരളി അല്ലെങ്കിൽ യെല്ലോ ഓളിയൻഡർ. ഇത് നാട്ടിൻപുറങ്ങളിലും പല സിറ്റിയിലായിക്കോട്ടെ എല്ലാവരും മതിലിൻ്റെ സൈഡിൽ അതുപോലെ വേലുകളിലും ഒക്കെ സ്ഥിരമായി കാണുന്ന ഒന്നാണ്. നല്ല രസമാണ് ഇതിലെ ആ മഞ്ഞപ്പൂക്കൾ കൊളാമ്പി പോലെ ഇങ്ങനെ കിടക്കുന്ന കാണാൻ നല്ല രസമാണ്. അപ്പോൾ സസ്യശാസ്ത്രപരമായി അരളിയുടെ ബന്ധുവാണ്. ഏറ്റവും അധികം വിഷം അടങ്ങിയിട്ടുള്ളത് ഇതിൻ്റെ കായിലാണ്. ഇതിൽ ചെറിയൊരു കായ് ഉണ്ടാകും, അതിലാണ് ഇതിൽ വിഷം അടങ്ങിയിട്ടുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ അരളി കഴിച്ചാലുള്ള പോലെ തന്നെ ലക്ഷണങ്ങളാണ് ഇതിലും കാണുന്നത്. അതായത് വയറുവേദന, ഛർദി, വയറിളക്കം എന്നിവയൊക്കെ തന്നെ, ക്ഷീണം, തലകറക്കം, ഇതൊക്കെ തന്നെയാണ് നമ്മൾക്ക് ഇത് കഴിച്ചാൽ ഈ ലക്ഷണങ്ങളാണ് ഈ ഒരു മഞ്ഞരളി നമ്മുടെ അകത്ത് പോയാൽ നമുക്ക് കാണപ്പെടുന്നത്. അതോടുകൂടി ഈ ലക്ഷണങ്ങളോടുകൂടി തന്നെ നമ്മുടെ ഹൃദയത്തെ ബാധിക്കുകയും പ്രവർത്തനം നിൽക്കുകയും ചെയ്യുന്ന ഒന്നാണ് മഞ്ഞരളി. അതുകൊണ്ട് തന്നെ മിക്ക വീടുകളിലും കാണുന്ന ഒന്നാണ്. സോ എല്ലാവർക്കും ഈ വീഡിയോ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ്. കാരണം നമ്മൾ നിത്യം ഉപയോഗിക്കുന്ന നമ്മുടെ കുട്ടികൾ പറിച്ച് കളിക്കുന്ന ഇപ്പോൾ നമ്മുടെ വീടുകളിലുള്ള മിക്ക ചെടികളാണിത്. അപ്പോൾ ഇതിലൊക്കെ തന്നെയാണ് ഈ വിഷാംശം ഉണ്ടെന്ന് കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ എല്ലാവരിലേക്കും നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ ബൈ.